ഹായ് കൂട്ടുകാരെ, എൻ്റെ പേര് സന്ധ്യ. എൻ്റെ വീട് വയനാടാണ്. ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുന്നു. എനിക്കൊരു അനുജനുണ്ട്. അവൻ്റെ പേര് സന്ദീപ്. അവൻ 8ാം ക്ലാസ്സിൽ പഠിക്കുന്നു. ഒരു ചേച്ചിയുമുണ്ട്. ചേച്ചി ഡിഗ്രി സെക്കൻഡ് ഇയറിന് പഠിക്കുന്നു. ചേച്ചിയുടെ പേര് ഗായത്രി. എൻ്റെ അനുജൻ്റെയും ചേച്ചിയുടെയും കഥയാണ് നിങ്ങളോടിന്ന് പറയാൻ പോകുന്നത്. വീട്ടിൽ അച്ഛനും അമ്മയുമുണ്ട്. അച്ഛൻ എന്ന് പറയുമ്പോൾ എൻ്റെയും എൻ്റെ ചേച്ചിയുടെയും രണ്ടാനച്ഛനാണ്. ചെറുപ്പത്തിൽ ഞങ്ങളുടെ അച്ഛൻ ഞങ്ങളെ വിട്ടുപോയി. അത് കഴിഞ്ഞ് അമ്മ കല്യാണം കഴിച്ചതാണ് ഇപ്പോഴുള്ള അച്ഛൻ. അച്ഛൻ്റെയും അമ്മയുടെയും മകനാണ് ഞങ്ങളുടെ അനുജൻ സന്ദീപ്. ഞങ്ങൾ 3 പേരും ചെറുപ്പം തൊട്ടേ നല്ല കൂട്ടാണ്. ചേച്ചിക്ക് എന്നേക്കാൾ ഇഷ്ടം അനുജനെയാണ്. എനിക്കും അങ്ങനെ തന്നെയാണ്. ചേച്ചി കോളേജിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് 2 പേർക്കും മുട്ടായിയൊക്കെ കൊണ്ടുവരും. അനുജന് ഏറ്റവും ഇഷ്ടം കോലുമിഠായിയാണ്. എനിക്ക് ആ മിഠായി അത്ര ഇഷ്ടമല്ല. നീ എന്നും മുട്ടായി ഇങ്ങനെ കൊണ്ടുവന്ന് കൊടുക്കരുത്, അത് നല്ലതല്ല എന്ന് അമ്മ ഇടയ്ക്കിടയ്ക്ക് ചേച്ചിയോട് പറയാറുണ്ട്. എന്നാൽ ചേച്ചി അതൊന്നും കാര്യമാക്കാറില്ല. ഇവൻ എൻ്റെ കുഞ്ഞനുജനാണ്. ഞാൻ മിഠായി കൊണ്ടുവന്നില്ലെങ്കിൽ ഇവന് സങ്കടമാവും. അങ്ങനെയിരിക്കെ ഒരു 2ാം ശനിയാഴ്ച ദിവസം, അന്ന് ഞങ്ങൾക്ക് 3 പേർക്കും ക്ലാസ് ഇല്ല. അച്ഛനും അമ്മയും ജോലിക്ക് പോയേക്കുകയാണ്. ഞങ്ങൾ 3 പേരും വീട്ടിലുണ്ട്. അന്ന് നല്ല മഴയാണ്. അതുകൊണ്ട് കറണ്ടൊന്നുമില്ല. അങ്ങനെ വെറുതെ ഇരിക്കുമ്പോഴാണ് ചേച്ചി പറയുന്നത്, നീ 10 വരെ എണ്ണ്, ഞാനും അനുജനും പോയി ഒളിക്കാം, നിങ്ങൾ വന്ന് കണ്ടുപിടിക്ക്. അപ്പോഴേക്കും മഴ ഒന്ന് മാറിയിട്ടുണ്ട്. എന്നാലും വീടിൻ്റെ പുറത്തേക്കൊന്നും പോവണ്ട എന്ന് പറഞ്ഞ് ഞാൻ എണ്ണാൻ തുടങ്ങി. എണ്ണിക്കഴിഞ്ഞ് ഞാൻ അവരെ നോക്കാൻ തുടങ്ങി. എല്ലാം നോക്കി, അവിടെ എങ്ങും കാണാനില്ല. കുറച്ച് സമയം കൊണ്ട് വീടിൻ്റെ അകം മുഴുവനും ഞാൻ നോക്കി. ഇവരിത് എവിടെ പോയി? പുറത്ത് ഇപ്പോൾ മഴയില്ല. ഇനി അവർ പുറത്തേക്കെങ്ങാനും പോയിട്ടുണ്ടാകുമോ? അങ്ങനെ എങ്ങാനും പോയാൽ ഞാൻ കണ്ടുപിടിക്കാനൊന്നും പോകുന്നില്ല. വീടിൻ്റെ മുൻവശത്ത് വന്ന് നോക്കിയപ്പോൾ നടയിൽ ചെരുപ്പ് കിടപ്പുണ്ട്. പുറത്തേക്കൊന്നും പോയിട്ടില്ല. ഇനി എവിടെയെങ്കിലും വീടിൽ നോക്കാനുണ്ടോ? ഒരു സ്ഥലം നോക്കാൻ വിട്ടുപോയി. അടുക്കളയോട് ചേർന്ന് ഒരു വിറകുപെരയുണ്ട്. അവിടെ നോക്കിയില്ല. വിറകുപെരയുടെ പകുതി ഭാഗമേ കട്ട വെച്ച് കെട്ടിയിട്ടുള്ളൂ. ബാക്കി ഭാഗമെല്ലാം നെറ്റ് ഇട്ടേക്കുകയാണ്. അവിടെ കൂടെ ഒന്ന് നോക്കാം എന്ന് വിചാരിച്ച് ഞാൻ അടുക്കളയിലേക്ക് നടന്നു. അടുക്കളയിൽ കിടന്ന കസാരയെടുത്ത് ജനലിനോട് ചേർത്തിട്ട് അതിൽ കയറി നിന്ന് ഞാൻ വിറകുപെരയിലേക്ക് നോക്കി. വിറകിൻ്റെ സൈഡിലൂടെ അനുജൻ്റെ ഷർട്ടിൻ്റെ കളറ് ഞാൻ കണ്ടു. അവൻ ചുമരിനോട് ചേർന്നവിടെ നിൽക്കുന്നുണ്ട്. ചേച്ചിയെ അവിടെയൊന്നും കാണാനില്ല. അടുക്കളയുടെ സൈഡും വിറകുപെരയുടെ സൈഡും ഒരു നടപ്പാത പോലെ കട്ട വെച്ച് കെട്ടിയിട്ടുണ്ട്. അടുക്കളയുടെ പുറത്തിറങ്ങി വിറകുപെരയുടെ പുറകുവശമാണ്. ആ നടപ്പാതയിലൂടെ വിറകുപെരയുടെ മുൻവശത്തേക്ക് ഞാൻ നടന്നു. വിറകുപെരയുടെ അകത്ത് അനുജൻ നിൽക്കുന്നത് ഞാൻ കണ്ടു. കോളേജിൽ നിന്ന് ചേച്ചി വരുമ്പോൾ അവന് മാത്രമായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കൊണ്ടുവരും. കോൽമുട്ടായി പുറത്താണ് ചേച്ചിയുടെ കയ്യിൽ. പിന്നീട് കുറച്ച് കഴിഞ്ഞപ്പോൾ ചോക്ലേറ്റ് പാത്രം തുറക്കുന്നു. അനുജൻ അതെടുത്ത് കഴിക്കുന്നു.